നമസ്കാരം. പാർട്ടി അംഗം പോലുമല്ലാത്ത വീണ വിജയന് വേണ്ടി യുവാക്കളെ നശിപ്പിച്ച് ഒറ്റുകൊടുത്ത് CPM. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന 5 പേരുടെയും ജീവിതം ഇനി കേസുകളുടെ പിന്നാലെ. കിട്ടിയ അവസരം EDയും പാഴാക്കിയില്ല. ED അന്വേഷണത്തിനെതിരെ സമർപ്പിച്ച ഹർജികളെല്ലാം സുപ്രീം കോടതി ഉൾപ്പെടെ തള്ളിയത് സിംഗിൾ ബെഞ്ചാണ്. അങ്ങനെ തള്ളിയപ്പോൾ ഇനി വരുന്ന 2 ദിവസം അവധിയായതുകൊണ്ട് തന്നെ അടുത്തൊരു ഹർജി സമർപ്പിക്കാൻ സമയമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ED റെയ്ഡ് നടത്തുകയായിരുന്നു. അങ്ങനെ CPMനെ പൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു. കേരള മനസ്സിൽ യഥാർത്ഥത്തിൽ പോട്ട് വീണത് CPMനാണെങ്കിലും ഈ യുവാക്കളെ ബലി കൊടുത്തത് പാർട്ടി അംഗം പോലുമല്ലാത്ത വീണ വിജയന് വേണ്ടിയാണ്. വീണ വിജയൻ താമസിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ റെയ്ഡ് നടന്നത്. അവിടെ പിണറായി ഉണ്ടായി എന്നുള്ളതേയുള്ളൂ കാര്യം. പക്ഷേ യുവാക്കളെ ഇളക്കിവിടാൻ നേതാക്കൾ ഉപയോഗിച്ച പദമാണ് രസം. പിണറായിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നു. യുവാക്കൾ ഇളകി. പ്രതിഷേധമായി, സമരമായി, കല്ലേറായി, കുപ്പിയേറായി, കാർ അടിച്ചുപൊട്ടിക്കലായി, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കലായി. എന്തായാലും അറസ്റ്റിലായതും ഇനി അറസ്റ്റിലാകാൻ പോകുന്നതുമായ യുവാക്കളുടെ ജീവിതം ആകെ കട്ടപ്പുകയായി. അവരുടെ ജീവിതത്തിൽ അവർക്കിനി കേസിന്റെ പിന്നാലെ നടക്കുക മാത്രമേ മാർഗമുള്ളൂ. മറ്റൊന്നറിയണം, ഇതുപോലെ അന്വേഷണത്തിന് പോയ ED ഉദ്യോഗസ്ഥന്മാരെ ഇതിനു മുമ്പിൽ ആക്രമിക്കപ്പെട്ടത് 2024 ഫെബ്രുവരിയിൽ പശ്ചിമ ബംഗാളിലാണ്. പിന്നീട് ആ കേസ് അന്വേഷണത്തിനായി ഏറ്റെടുത്തത് CBI ആണ്. ആ ആക്രമണത്തിന് എന്ത് സംഭവിച്ചു എന്ന് പിന്നാലെ പറയാം. അന്ന് പശ്ചിമ ബംഗാളിൽ റേഷൻ വിഹിതം അനധികൃതമായി കടത്തിയതിനും കള്ളപ്പണം വെളുപ്പിച്ചതിനും എതിരെയായിരുന്നു ED അന്വേഷണം. തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു ED റെയ്ഡ് നടത്തിയത്. ഷാജഹാൻ ഷെയ്ഖിന്റെ തന്നെ നേതൃത്വത്തിൽ കുറെ ഗുണ്ടകൾ EDയെ ആക്രമിക്കുകയും ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെ അറസ്റ്റിലായ ഷാജഹാൻ ഷെയ്ഖ് ഇന്നുവരെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടില്ല. 2024 ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണ്. ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. 800 ദിവസത്തിൽ കൂടുതൽ ജയിലിലായിരിക്കുന്നു. ഇതേ അവസ്ഥയാണോ നമ്മുടെ പാവം ഈ യുവാക്കൾക്കും? ഗൂഢാലോചന, ലഹള, പൊതുമുതൽ നശിപ്പിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, ഈ വകുപ്പുകളാണ് ചുമത്തപ്പെടുന്നത്. എന്തായാലും കഷ്ടകാലം തന്നെ. ചുമത്താൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത 132 132 അനുസരിച്ചുള്ള വകുപ്പുകളാണ്. 2 വർഷം തടവോ പിഴയോ അഥവാ രണ്ടും ഒന്നിച്ചോ ആണ് പ്രതികൾ അനുഭവിക്കേണ്ടത്. ഇത് ക്രിമിനൽ കുറ്റമായതുകൊണ്ട് തന്നെ ജീവിതം പോലും പെട്ടുപോകും ഈ കുട്ടി സഖാക്കളുടെ. പക്ഷേ ഇതിനിടയിൽ പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ അധികൃതർക്കാണ് ചുമതലയുണ്ടായിരുന്നത്. എന്നാൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHO മാറി നിന്ന് സഖാക്കളോട് സൗഹൃദ സംഭാഷണത്തിലായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ മാറി. മുഖ്യമന്ത്രിയായി VD സതീശൻ, ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല. എന്നാൽ പോലീസിന്റെ തലപ്പത്ത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമെന്ന് കോൺഗ്രസുകാർക്കിടയിൽ അമർഷമുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കും എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രസ്താവിച്ചുവെങ്കിലും മുഖ്യമന്ത്രി VD സതീശൻ നിസ്സംഗമായ മൗനം പാലിക്കുകയാണ്. VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം ഉണ്ടായതെന്ന് CPMകാർ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെയാകാം VD സതീശൻ ഈ സംഭവത്തെക്കുറിച്ച് മൗനത്തിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.